അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടല നമുക്ക് കുക്കറിലേക്ക് ഉപ്പും ചേർത്തൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സവാള നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. പച്ചമുളക് ഞാൻ വെറുതെ ഒന്ന് കീറിയിടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ വേപ്പിലയാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. വേപ്പിലൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വേപ്പിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പാൻ വെച്ച് ഒരു കടായി വെച്ച് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് നന്നായി മൂത്തതിന് ശേഷം സവാളയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴറ്റിനോടൊപ്പം തന്നെ നമുക്കൊരു ലേശം ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മസാലയിൽ ഒരു ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വാടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി കുറച്ച് കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ എരിവ് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് മുളക് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇട്ടത്. അപ്പോൾ നമ്മളുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നന്നായി ഒന്ന് തിളക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്കതിൽ കിടന്നിട്ടൊന്ന് വേവണം. എന്നാലേ ആ കടലയിലേക്ക് അതൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. മറ്റേ കറുത്ത കടലയാണ് വെക്കുന്നതെങ്കിൽ അതിലൊരു ലേശം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്കൊന്ന് കട്ടിയായി കിട്ടും. ഇതിനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്ന് കട്ടിയായി കിട്ടണമെങ്കിൽ ഒരു 2 സ്പൂൺ കടല ഇതിൽ നിന്ന് എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് തിക്കായി കിട്ടും ഗ്രേവി. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഞാനിങ്ങനെയാണ് ഇപ്പോൾ രാവിലെ ചെയ്യുന്നത്. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ മണവും ഗരം മസാലയും എല്ലാം ചേർത്തുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. നല്ല കളറുണ്ട്. നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം. അപ്പോ ചപ്പാത്തിയോ പത്തിരിയോ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പുട്ടോ എല്ലാത്തിനും കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മളുടെ കറി നല്ല ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു ചെറിയ മടി തോന്നി. അപ്പോൾ പിന്നെ പുട്ട് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചിരട്ടപ്പുട്ടിൻ്റെ ഒപ്പമാണ് ഈ കറി കൂട്ടി കഴിക്കുന്നത് കേട്ടോ. ചിരട്ടാപ്പുട്ടെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചിരട്ടയിലാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ചിരട്ടയിൽ നമുക്ക് അതിന് ഉള്ളൊരു പാത്രം നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.